കൂടാതെ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വടകരയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം വടകര സ്റ്റോർ. വടകര സ്റ്റോർ നിയർ റെയിൽവേ സ്റ്റേഷൻ, വടകര. പ്രമുഖ സോഷ്യലിസ്റ്റും മുൻ വിദ്യാഭ്യാസ റവന്യൂ വകുപ്പ് മന്ത്രിയും ദീർഘകാലം വടകര എം.എൽ.എയും പ്രഗത്ഭനായ നിയമജ്ഞനുമായിരുന്ന കെ ചന്ദ്രശേഖരന്റെ 18ാം ചരമവാർഷികം RJD വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു. ആഗസ്റ്റ് 15-ന് MP വീരേന്ദ്രകുമാർ ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. അത്രകണ്ട് വടകരയെ സ്നേഹിച്ച നേതാവായിരുന്നു ചന്ദ്രശേഖരൻ. അതിനകത്ത് ഒരുപാട് കളിയാക്കലുകൾക്ക് അദ്ദേഹം വിധേയമായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് നെയ്യാർഡാമിയൻ സൈറ്റിൽ പാർട്ടിയുടെ സംസ്ഥാന ക്യാമ്പ് നടന്ന സമയത്ത് വടകരയിലെ സീബാലനും CK നാളും മനയത്തും ഞാനും പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെച്ചത് CK നാളോട്ടിനാണ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. യുവജനതയുടെ റിപ്പോർട്ട് വെച്ചത് ശ്രീ മനയത്ത് എന്നാണ്, യുവജന സംസ്ഥാന സെക്രട്ടറി. വിദ്യാർത്ഥി ജനതയുടെ റിപ്പോർട്ട് വെച്ചത് വിദ്യാർത്ഥി ജനത സംസ്ഥാന സെക്രട്ടറി ഞാനാണ്. ഈ റിപ്പോർട്ടെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ശ്രീ ചന്ദ്രശേഖരന്റെ പ്രസംഗം. എല്ലാ പാർട്ടി സംവിധാനവും വടകരയിലാണുള്ളത്. പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ മൊത്തം റിപ്പോർട്ട് വെച്ചത് CK എന്നാണ്, എന്റെ മണ്ഡലത്തിലാണ്. യൂത്തിന്റെ റിപ്പോർട്ട് വെച്ചത് ശ്രീ മനയത്തി എന്നത് എന്റെ മണ്ഡലത്തിലാണ്. വിദ്യാർത്ഥികളുടെ റിപ്പോർട്ട് വെച്ചത് ഭാസ്കരൻ എന്റെ മണ്ഡലത്തിലാണ്. അപ്പൊ കളിയാക്കിക്കൊണ്ട് മറ്റുള്ള ചോദിച്ചു, അപ്പൊ ഈ വടകരയിൽ മാത്രമാണോ ഇതൊക്കെ ഉള്ളത്? അപ്പൊ വടകരയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന വടകരക്ക് വേണമെന്ന്, എല്ലാം വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. പാർട്ടി സഖാക്കളോട്, അദ്ദേഹം വിശ്വസിക്കുന്ന നേതാക്കളോട് ഇത്രയധികം കമ്മിറ്റ്മെന്റ് പുലർത്തുന്ന ഒരു നേതാവിനെ കാണാൻ കഴിയില്ല. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു പൗരന്റെ മൗലികാവകാശം പ്രായോഗിക രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാൾ ചന്ദ്രശേഖരനായിരുന്നു. നിയമസഭ അവതരിപ്പിച്ച അംഗീകാരം നേടിയൊക്കെ ആയിരിക്കാം. അതുപോലെ ജന്മിത്വത്തിനും അടിമത്വത്തിനും എതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം. അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ജന്മിത്വത്തിന്റെ അവശിഷ്ടങ്ങൾ, അധികാരി എന്നാണ് പറയുക, ആ വാക്കിന് തന്നെ ഒരു ഫ്യൂഡൽ ദുഷ്പ്രഭുത്വമുണ്ട്. കോൽക്കാരൻ എന്നാണ് പറയുക വില്ലേജ് അസിസ്റ്റന്റിനെ. അതും ഈ അധികാരത്തിന്റെ അവശിഷ്ടമായി നിലനിൽക്കുന്ന ഫ്യൂഡൽ സംസ്കാരത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് അധികാരിയുടെ തസ്തികയെ വില്ലേജ് ഓഫീസർ എന്ന നിലയിലും കോൽക്കാരൻ എന്ന തസ്തികയെ വില്ലേജ് അസിസ്റ്റന്റായും പരിവർത്തനം ചെയ്ത് നിയമനിർമ്മാണം നടത്തിയ ചന്ദ്രശേഖരനല്ലാതെ ആരാണ് ആധുനിക കേരളത്തിന്റെ സൃഷ്ടാവ്? മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബൈജു രാഘവൻ അധ്യക്ഷത വഹിച്ചു. എടയത്ത് ശ്രീധരൻ, CP രാജൻ, KK കൃഷ്ണൻ, PP രാജൻ, മഹേഷ് ബാബു MP എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ സ്വാഗതം പറഞ്ഞു.